സമ്മറിൽ അങ്ങനെ പെട്ടെന്ന് പോവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ചെടികളാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ ഒരു ജേഡ് പ്ലാന്റ് സമ്മറിലാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കിളിർത്ത് വരുന്നത്. ഞാനിതിൻ്റെ വളരെ കുഞ്ഞു കുഞ്ഞു തണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ ലസ്സി വരുന്ന കുഞ്ഞു ഡബ്ബകളുണ്ട്, അതിലിട്ട് ഇങ്ങനെ മുളപ്പിച്ചെടുക്കാറുണ്ട്. ഇതൊക്കെ കുറേ നാൾ മുന്നേ ഞാനങ്ങനെ മുളപ്പിക്കാൻ വെച്ചതായിരുന്നു. ഇതൊക്കെ അങ്ങനെ മുളപ്പിച്ചെടുത്തത് തന്നെയാണ്. പിന്നെ പനിക്കൂർക്ക അതുപോലെ തന്നെ എല്ലാ ചെടിച്ചട്ടിയിലും ഞാൻ വെറുതെ ഒരു തണ്ടെങ്കിലും ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ടാവും. അതും സമ്മറിൽ ഇതുവരെ എനിക്ക് പോയിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ജെഡ് പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരുന്നത് ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെക്കുമ്പോഴാണ്. ഈ ചിട്ടി ഞാൻ കുറേ നാളായിട്ട് ഇവിടെ ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കറ്റാർ വാഴയും പോകാറില്ല. കറ്റാർ വാഴ ഞാൻ ഒരുവിധം ഇവിടെ എല്ലാ ചട്ടിയിലും ഉണ്ട്, അതും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനൊരു എരിക്ക് കൂട്ടത്തിൽ കിളുത്തും, അതിനെ ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ സമ്മർ വരുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ഭയങ്കര ഇങ്ങനെ വിളറിയ പോലെ നിൽക്കുന്നേ ഉള്ളൂ. എന്നാലും വിൻ്റർ വരുമ്പോൾ അത് മര്യാദയ്ക്ക് വന്നോളും. പിന്നെ ഈ ഒരു ചെടി, ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെ എളുപ്പത്തിന് കോളാമ്പി ചെടി എന്നാണ് വിളിക്കുക. ഒരു കോളാമ്പി പോലുള്ള ഈ ഒരു മഞ്ഞ പൂവാണ് പൂക്കുക. ഇതും വിൻ്ററിൽ ഇങ്ങനെ ഉറങ്ങിയ പോലെ നിൽക്കും, പക്ഷേ സമ്മറിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂവൊക്കെ വരുന്നത്. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് മുട്ടൊക്കെ ഇങ്ങനെ നിറയെ വന്ന് നിൽപ്പുണ്ട്. ഇത് നന്നായിട്ട് പൂക്കും. ഞാൻ ഇതിനെ മുകളിലോട്ട് എൻ്റെ ഒരു ലാമ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടേക്കുവാണ്. ഇതൊരു 2-3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെടിയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ മണ്ണിലോട്ട് ഇറക്കിയതാണ്. പിന്നെ സ്നേക്ക് പ്ലാന്റും അതുപോലെ തന്നെ ഒന്ന് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആണെങ്കിലും ഇങ്ങനെ കുറേ അധികം തൈകൾ ഇങ്ങനെ അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പം മാക്സിമം ഒരു പച്ചപ്പ് വേണം, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ഓക്സിജൻ കിട്ടണം, അതാണ് പർപ്പസ്. അത് കാരണം വളരുന്നതിനൊക്കെ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. തുളസിയും എനിക്ക് സമ്മറിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അത്യാവശ്യം വെയിലുള്ളിടത്ത് നിൽക്കുന്നതൊക്കെ അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെ ഈ 10 മണി 4 മണി അതും നിന്നിട്ടുണ്ട്, ഇതുവരെയും പോയിട്ടില്ല. എല്ലാ വർഷവും കുറച്ച് സമയത്തൊക്കെ ഒന്ന് ക്ഷീണമായിട്ട് നിന്നാലും പിന്നീട് റെഡിയാവും. പിന്നെ ഈ വെള്ളപ്പൂക്കളുള്ള ചെടി, ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. പിന്നെ ചെമ്പരത്തി അതുപോലെ തന്നെയാണ്. അരിനെല്ലി ഞാൻ കൂട്ടത്തിൽ ഇവർക്ക് 3 പേർക്കും കൂടി ചേർത്ത് കുറച്ച് നാൾ മുമ്പ് കുറച്ച് MP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളപ്പൂവിൻ്റെ പർപ്പിളും എൻ്റെ അടുത്തുണ്ട്, അതും അങ്ങനെ പോയിട്ടില്ല. ചെമ്പരത്തി തീരെ പോകാറില്ല എനിക്ക്. ഞാൻ ഇതിവിടെ വന്നപ്പോൾ വെച്ച ചെടിയാണ്, അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ഗ്ലോറി ഞാൻ പച്ചപ്പിന് വേണ്ടിയിട്ട് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇതും ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളരുന്നത് സമ്മറിലാണ്.